റഷ്യൻ കൂലിപ്പട്ടാളത്തിനൊപ്പം യുദ്ധം ചെയ്ത് ഗുരുതരമായി പരിക്കേറ്റതിൽ ഒരു മലയാളി കൂടിയുണ്ട്. പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനാണ് റഷ്യയിൽ കുടുങ്ങിയത്. സെക്യൂരിറ്റി ജോലിക്കായി റഷ്യയിലേക്ക് പോയ ഡേവിഡ് ഏജന്റിന്റെ സഹായത്തോടെയാണ് റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ എത്തിയത്. യുദ്ധത്തിനിടെ ഡേവിഡിന്റെ കാലിന് സാരമായി പരിക്കേറ്റു. ഡേവിഡ് മുത്തപ്പൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയിൽ. ഡേവിഡ്, സ്വാഗതം. ഡേവിഡിന്റെ ഇപ്പോഴത്തെ സാഹചര്യം പറയുമോ ഒന്ന്? അതായത് ഇപ്പോ മോസ്കോയിലാണ് ഉള്ളത്. ഇവിടെ ആരും കാണാതെ ഒളിച്ചിരിക്കുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ആശുപത്രി ചികിത്സയിലായി പരിക്ക് പറ്റിയ ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയിട്ട് പോലും എംബസി ഒരുവിധ ആ, അതായത് അവരെ കൊണ്ട് പറ്റണ രീതിക്ക് ട്രൈ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഒരു വിവരം ലഭ്യമല്ല. അതായത് ഇപ്പോഴും പേടിയാണ്. ഇവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈന്യത്തിൽ നിന്ന് അവിടെ നിന്ന് മുങ്ങി വരെ 10 വർഷം അതായത് ജയിലിൽ അടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ സാഹചര്യമാണ്. അതായത് എംബസി പാസ്പോർട്ട് തന്നു കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിൽ പോകും. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. അതായത് കാല് വയ്യാഞ്ഞിട്ട് പോലും നടക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പരിക്ക് പറ്റി ഒരു ദിവസം ചികിത്സ ഇല്ലാതെ എന്ത് പറയാനാണ്, വേദന പോലും സഹിക്കാൻ പറ്റില്ല. ഞാൻ മരിച്ചെന്നാണ് വിചാരിച്ചത്. പക്ഷേ രാവിലെ ആയപ്പോ എന്നെ ആശുപത്രി കൊണ്ടുപോയി. ഇപ്പം കുഴപ്പമില്ലാതെ ഇത് സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഡ്രോൺ അറ്റാക്കിലാണ് എനിക്ക് പരിക്കേറ്റത്. അത് മാത്രമല്ല, ഇപ്പോ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പഴും യുദ്ധ സ്ഥലത്ത് കിടക്കുന്ന ആരെയും ഈ നിമിഷം പോലും മാറ്റിയിട്ടില്ല. എനിക്കിപ്പോ ഞാൻ ഇവിടെ മോസ്കോയിലാണ്. അവിടെ യുദ്ധ സ്ഥലത്ത് കിടക്കുന്ന എല്ലാവരെയും തിരിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരാനുള്ള വഴി ഒന്ന് നോക്കണം. അവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ കൂലിപ്പടയാളികളായി പോകേണ്ടി വന്ന മലയാളികളുടെയൊക്കെ വിവരങ്ങൾ, അതായത് യുദ്ധഭൂമിയിൽ ഹെൽപ്പർമാരായി വിദേശ പൗരന്മാരെ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ യുദ്ധം ചെയ്യാനായി മറ്റൊരു രാജ്യത്തെ പൗരനെ ഉപയോഗിക്കുന്നത്, അതാണിപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു റിക്രൂട്ടിംഗ് തട്ടിപ്പ് നടക്കുന്നുണ്ടോ? അതിന്റെ ഒരു ഇരയാണോ ഡേവിഡ്? അതെ അതെ, എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യുദ്ധത്തിനൊന്നും പോകത്തില്ല. അതായത് നിങ്ങൾ സെക്യൂരിറ്റി ആണ്, അതായത് വെറും സെക്യൂരിറ്റി. യുദ്ധത്തിന് പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വീട്ടിൽ വന്നേനെ. മനസ്സിലായി. അവർ യുദ്ധത്തിനൊന്നും പോകത്തില്ല, നിങ്ങൾ സെക്യൂരിറ്റി ജോലിയാണ്. അതായത് റഷ്യക്കകത്ത് തന്നെ സെക്യൂരിറ്റി ആയിട്ട് നിന്നാൽ മാത്രം മതി, വേറെ ഒരു പ്രശ്നമില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് യുദ്ധത്തിനാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയി അപ്പം തന്നെ പരിക്ക് പറ്റി. എനിക്ക് ചികിത്സ പോലും ഇല്ലായിരുന്നു. ഡേവിഡ്, എത്ര രൂപയാണ് അവർ അതായത് ശമ്പളമായിട്ട് തരാമെന്ന് പറഞ്ഞത്? 2-2.5 ലക്ഷമൊക്കെ പണം വാഗ്ദാനം ചെയ്തു ശമ്പളമായി എന്നൊക്കെയാണ് മറ്റു പലരിൽ നിന്നും കേട്ടത്. ഡേവിഡിനോട് അവരെന്താണ് പറഞ്ഞത്? എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് ആണ്. അതായത് 2.5 മുതൽ 8 ലക്ഷം രൂപ വരെ ലഭിക്കുമെന്ന് പറഞ്ഞു. അത്രയും ശമ്പളം കിട്ടുന്നതിന് എട്ട് വേണ്ടി ലക്ഷം വരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഏജന്റിന് എത്ര കൊടുത്തു? അതായത് ഏജന്റിന് അതായത് ഇവിടെ വന്നതിന് ശേഷം $2000 കൊടുത്തു. ഡയറക്റ്റ് ആയിട്ട് നേരെ കൊണ്ട് ചേർക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ വിളിച്ചപ്പോ എന്റെ കയ്യിൽ തോക്ക് വന്ന് ട്രെയിനിങ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അതായത് എന്തിനാണ് ഞാൻ തോക്കിൽ പരിശീലനം ചെയ്യുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞ് അത് ആർമി സെക്യൂരിറ്റി അല്ലേ, അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കും, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അവിടെ പോയതിനു ശേഷമാണ് മനസ്സിലായത് അവിടെ എന്ത് പറയാനാണ്, ഒരു ഭയാനകമായ അവസ്ഥയാണ് അവിടെ പോയ. അതായത് എന്റെ അടുത്ത് ഒരു റഷ്യൻ സൈനികൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഡെഡ് ബോഡി ആയിട്ട് വരാം, ഇല്ലെങ്കിൽ കയ്യും കാലും ഇല്ലാതെ വരാം എന്നാണ് പറഞ്ഞത്. ഭാഗ്യമുള്ളവർ മാത്രമാണ് ചെറിയ ചെറിയ ഇഞ്ചുറി ആയിട്ട് അവിടെ നിന്ന് പുറത്തു വരുന്നത് ചികിത്സയ്ക്കായി. നേരത്തെയൊക്കെ 5 വർഷത്തെ കരാറായിരുന്നു റഷ്യൻ ആർമിയും നേവിയും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് 1 വർഷം വരെ നിന്നാൽ മതി എന്നാണ്. ഡേവിഡിനോട് എന്താണ് പറഞ്ഞത്? നാട്ടിലേക്ക് കുറച്ച് പണം ഉണ്ടാക്കി തിരിച്ചു വരാം എന്ന് കരുതി അങ്ങനെ ഒരു താല്പര്യത്തോടു കൂടി ഡേവിഡ് ഇതിനൊപ്പം ചെന്ന് പെടുകയായിരുന്നോ? അതെ അതെ, അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷ കരാറാണ് എന്നാണ് പറഞ്ഞത്. 1 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിൽ പോവാം. അത് മാത്രമല്ല റഷ്യയുടെ PR കിട്ട് എപ്പോ വേണമെങ്കിലും വരാൻ, വേറെ ഒരു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഇവര് പറഞ്ഞതും അതായത് ഇവിടെ നടക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമാണ്. അതായത് യുദ്ധത്തിന് പോവുക പോലും ചെയ്യത്തില്ല, നിങ്ങൾ ഒരു സുരക്ഷിതമായ സ്ഥലത്താണ് സെക്യൂരിറ്റി ജോലി മാത്രമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പോലും അവർ നേരെ യുദ്ധത്തിനാണ് കയറ്റി അയച്ചത്. അതായത് എന്ത് പറയാനാണ്, അതായത് ഞാൻ പോലും വിചാരിച്ചില്ല ഞാൻ ഇപ്പൊ ജീവനോടെ ഇവിടെ ഇരിക്കുന്നു. 1% പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അവിടെ പോയി എത്തി. 100-ൽ 1% പോലും ജീവനോടെ തിരിച്ചു വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ ഇപ്പൊ ജീവനോടെ ഇവിടെ ഉള്ളത്. ഡേവിഡ്, സമാധാനമായിരിക്കൂ. തിരികെ നമുക്ക് സുരക്ഷിതമായി തന്നെ നാട്ടിലേക്ക് വരാം. അതിനുവേണ്ടി കൂടിയാണ് ഇക്കാര്യങ്ങൾ ചോദിക്കുന്നത്. അവിടെ ഈ റഷ്യൻ പൗരത്വം കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. ഡേവിഡിനോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പെട്ടെന്ന് പൗരത്വം എടുത്തു തരാം, റഷ്യൻ പൗരനായിരിക്കാം എന്നൊക്കെ. അതായത് പൗരത്വം, അതായത് അവര് പൗരത്വത്തിനെ കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ PR എടുത്ത് തരാമെന്ന് പറഞ്ഞു, പെർമനന്റ് റെസിഡന്റ്. കാരണം ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബറിലാണ്. ഞാൻ വാർത്ത കണ്ടപ്പോ ബാക്കിയുള്ളവർ വന്നതെന്ന് വെച്ചാൽ
ജനുവരി ഫെബ്രുവരി ആ സമയങ്ങളിലാണ്. പക്ഷെ ഞാൻ നവംബറിലായതുകൊണ്ട് എനിക്ക് PR എടുത്തില്ലാന്ന് പറഞ്ഞ് അതിനുശേഷം അവര് എന്തിനാണ് ഇവരുടെ അടുത്ത് പുതിയതായിട്ട് വന്നവർക്ക് പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് പേര് പോലും ഇപ്പോഴും അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റാതെ പെട്ട് കിടക്കുവാണ്. അവിടെ നിന്ന് വരാൻ, അതായത് ഉക്രൈനിൽ നിന്ന്, യുദ്ധസ്ഥലത്ത് നിന്ന് വരാൻ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ആശുപത്രിയിലായാൽ മാത്രം എങ്ങനെയെങ്കിലും വരാം. അത് അത് ഇപ്പൊ പോലും ഞാൻ ഒളിച്ചിരിക്കുകയാണ്. അതായത് എന്ത് പറയണമെന്ന് ഒരു പോലും കാര്യം എനിക്ക് കൂടി അറിയത്തില്ല. ചോദിച്ചോട്ടെ അങ്ങനത്തെ ഒരു ഡേവിഡ്, അവസ്ഥയിലാണ്. കുറെ പേരെ കൊണ്ടുപോയത് റഷ്യൻ പൗരത്വം സ്വീകരിച്ച ഏജന്റായ സന്തോഷ് എന്ന് പറയുന്ന അലക്സ് ആണ്. അയാൾ തിരുവനന്തപുരം തുമ്പയിലുള്ള ആളാണ്. അയാളാണോ ഡേവിഡിനെയും കൊണ്ടുപോയത്? അതായത് ഒരു മലയാളിയാണ്. പക്ഷെ എനിക്ക് പേര് തുമ്പയിലാണോ വീട്? അലക്സ് സന്തോഷ് അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. അതിനെ കുറിച്ച് എനിക്ക് അധികം അറിയത്തില്ല. അവര് നേരെ വന്നതും കാറിൽ കൊണ്ടുപോയി വിട്ട് അത്ര പൈസ വാങ്ങിച്ചു കൊണ്ടുവിട്ട് അത്രേ ചെയ്തോളൂ. വേറെ ഇപ്പോ ഒന്നും സംസാരിക്കുന്നില്ല. പിന്നെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നൊക്കെയുള്ള കുറച്ച് ആളുകളൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു 10-25 പേരെങ്കിലും തിരിച്ചെത്തിയിട്ടുണ്ട്. അവരിൽ ആരെയെങ്കിലും ഒക്കെ ഡേവിഡിന് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ അവരാരെയും ബന്ധപ്പെട്ടില്ല. കാരണം ഞാൻ ഇവിടെ, അതായത് അവര് പറഞ്ഞില്ലേ, അതായത് റഷ്യൻ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ 10 വർഷം ജയിലിൽ അടയ്ക്കുമെന്നുണ്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ആരെയും വിളിക്കാനോ എന്ന് പറയാം, പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ്. അത് മാത്രമല്ല, ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററിലാണ് ഇവിടെ തീവ്രവാദി ആക്രമണം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാമായിട്ട്, അതായത് വിദേശിയല്ലേ, അപ്പോ എല്ലാമായിട്ട് ആരെയും വിളിക്കാതെ ഞാൻ ഇപ്പോ എന്ത് പറയാനാണ്, പുറത്തിറങ്ങാൻ പോലും പേടിച്ച് ആരെയും ഞാൻ കോണ്ടാക്ട് ചെയ്തില്ല. കാരണം ഫസ്റ്റ് നമ്മളെ സേഫ്റ്റി ആണല്ലേ നോക്കേണ്ടത്. ഡേവിഡ് ഭക്ഷണം എന്തെങ്കിലും അങ്ങനത്തെ കഴിച്ചോ? ഒരവസ്ഥ. ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡാണ് ഇപ്പൊ കഴിക്കുന്നത്. അല്ലാതെ ഇവിടെ ഉള്ള എല്ലാവരും ബ്രെഡ് കഴിക്കുന്നത്, അല്ലാതെ റൈസോ അങ്ങനത്തെ ഒരു സാധനവും ഇല്ല. ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടുന്ന ഇടത്തല്ലേ ഉള്ളത്? അതെ അതെ, ബ്രെഡ് മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ. അന്ന് അലക്സിനാണോ അതോ സന്തോഷിനാണോ അതോ തുമ്പയിൽ തന്നെയുള്ള പ്രിയൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അയാൾക്കാണോ, ആർക്കാണ് പണം കൊടുത്തത്? അത് എനിക്കറിയത്തില്ല. പേരൊന്നും അറിയത്തില്ല. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പേരറിയത്തില്ല ആരാണെന്നോ. എങ്ങനെയാണ് അപ്പോൾ പണം ഗൂഗിൾ പേ അങ്ങനെ എന്തെങ്കിലും സംവിധാനത്തിലൂടെയാണോ കൊടുത്തത്, ഡോളർ അതോ ഡോളർ ആക്കിയാണ് കൊടുത്തത്. ഡോളർ ആക്കിയാണ് കൊടുത്തത്. ഡോളർ ആക്കി കൊടുക്കുകയായിരുന്നു? $2000 ഞാൻ കൊടുത്തത്. ഓക്കെ. ഡേവിഡ്, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ പ്രിയന് വേണ്ടി ഈ ആളുകൾ പണം വാങ്ങിയിരുന്നു, അതുപോലെ തന്നെ പല ആളുകളെ ഇതുപോലെ ഇതിനായി ഉപയോഗിച്ചിരുന്നു, ഇടനിലക്കാരായി. അങ്ങനെയുള്ള ഇടനിലക്കാരെ ആരെയെങ്കിലും ഡേവിഡിന് അറിയാമോ? കാരണം കൂടുതൽ പേർ ഇരയാകാതിരിക്കാൻ വേണ്ടിയാണ്. ആഹ് എന്റെ കയ്യിൽ ഒരുപാട് പേര് നമ്പർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് എല്ലാം, അതായത് എല്ലാ ഫോട്ടോസ്, അവിടുത്തെ ഞാൻ എടുത്ത വീഡിയോസ്, ഫോട്ടോസ്, പിന്നെ എന്റെ ആർമിയിൽ തോക്ക് പരിശീലിക്കുന്ന ആ വീഡിയോസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും, അത് പോലീസ്, ഇവിടുത്തെ പോലീസ് അവരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക്, അതായത് അവർ ഫോൺ ചെക്ക് ചെയ്ത് ഒന്നും കാണത്തില്ല. അത് അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ അതെല്ലാം, എല്ലാ ഡീറ്റെയിൽസും, അതായത് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കാരണം ഇപ്പൊ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 10 വർഷം ജയിലെന്നാണ് പറഞ്ഞത്. അതായത് ഇത്ര ദൂരെ വന്ന് 10 വർഷം ജയിലിൽ, നമ്മളൊരു കുറ്റം ചെയ്യാതെ 10 വർഷം ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഫുൾ മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഡിലീറ്റ് ചെയ്ത് ഫോൺ റീസെറ്റ് ചെയ്ത് ഒന്നേതാണ് ഞാൻ എല്ലാം ചെയ്തത്. മനസ്സിലായി ഡേവിഡ്. ഡേവിഡിന്റെ വീട് പൂവാറിലാണ്. അഞ്ചുതെങ്ങിലുള്ള 3 പേരടക്കം 100ഓളം പേർ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നൊക്കെയാണ് പല സോഴ്സുകളിൽ നിന്ന് അറിയുന്നത്. ഡേവിഡിന് നേരിട്ടറിയാവുന്ന ആ, അങ്ങനെ ഒരു ഫിഗർ ഉണ്ടോ, അതായത് ഒരു കണക്കുണ്ടോ, എത്ര പേർ, മലയാളികൾ എത്ര പേരുണ്ടാകാം അവിടെ ഇതുപോലെ പലർ വഴി അവിടെ എത്തിപ്പെട്ട് ഇങ്ങനെ തട്ടിപ്പിനിരയായി അവിടെ കുടുങ്ങിക്കിടക്കുന്ന എത്ര പേരുണ്ടാകാം മലയാളികളായി? മലയാളികൾ എനിക്കറിയത്തില്ല. എന്തായാലും ഇന്ത്യക്കാർ ഏകദേശം ഒരു 150 പേരെ മുകളിലുണ്ടെന്നാണ് എനിക്ക് അറിയാന്നുള്ളത്. ഡേവിഡിനൊപ്പം നാട്ടിൽ നിന്ന് മറ്റാരെങ്കിലും പോയിരുന്നോ? ഇല്ല ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഞാൻ വന്നതിന് ശേഷം ഉത്തർപ്രദേശ്, പിന്നെ ഹൈദരാബാദ്, പിന്നെ വെസ്റ്റ് ബംഗാൾ, ഈ സ്ഥലത്തുനിന്നുള്ള കുറെ പേരുണ്ടായിരുന്നു. അതിൽ എന്റെ കൂടെ ഒരു ക്യാമ്പിൽ മറ്റേ മരിച്ച ഹൈദരാബാദിയായ അഫ്സാൻ ഉണ്ടായിരുന്നു. ഉം. അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആഹ് അത് മാത്രമല്ല, ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ബാക്കി ഞങ്ങളിൽ 3 പേർക്ക് പരിക്ക് പറ്റി, 2 പേര് മരിക്കുകയാണ് ചെയ്തത്. ഡേവിഡ്, ഇപ്പോൾ എംബസിയെയോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ, അതായത് എംബസിയിൽ പോയായിരുന്നു. അപ്പോ എംബസിയിൽ അവരെ കൊണ്ട് പറ്റുന്നത്ര ട്രൈ ചെയ്തു. വി ട്രൈ അവർ ബെസ്റ്റ്, നിങ്ങൾ കാത്തിരിക്കുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരെയും തിരിച്ചെത്തിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയും പറയുന്നത്. അദ്ദേഹത്തെ നമ്മൾ ടെലിഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടിയിട്ടില്ല. പക്ഷേ ഡേവിഡിനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അത് ഞങ്ങളിലൂടെ, റിപ്പോർട്ടറിലൂടെ ഇപ്പോൾ അധികൃതരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ, അതായത് 2 പ്രാവശ്യം എംബസിയിൽ പോയായിരുന്നു. അപ്പൊ അവർ പറയുന്നത്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്ര ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഞങ്ങൾ റഷ്യൻ അതോറിറ്റിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ
ഞാൻ ഒരു കാര്യം പറയാം. എന്റെ കൂടെ ഞങ്ങളെ ഒരു റഷ്യൻ സൈനികനാണ് സഹായിച്ചത്. എന്റെ കൂടെ ഏകദേശം 4 പേര് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സൊമാലിയക്കാരൻ, ഒരു ക്യൂബ, ഒരു നേപ്പാളി, ഒരു ചൈന. ഈ 4 പേരിൽ ഈ സൊമാലിയും ക്യൂബയും നേപ്പാൾ ഇവർ 3 പേര് ഇപ്പൊ വീട്ടിലാണ്. ഞാൻ ഇന്ത്യൻ പൗരനായതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നത്. അവരെ സഹായിക്കും. അവരെ എംബസിയിൽ വൺ വേ, അതായത് റിട്ടേൺ വൺ വേ പാസ് കൊടുത്ത് അവരെ രാജ്യത്തിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഈ എന്റെ സ്ഫോടനത്തിൽ കൂടെ വന്നിട്ട് എല്ലാവരും ഇപ്പൊ അതായത് സ്ഫോടനത്തിൽ തലയ്ക്ക് വെടിയേറ്റവരുണ്ട്, അതുപോലെ തന്നെ കാലിന് വെടിയേറ്റവരുണ്ട്. അതിൽ ഇപ്പോൾ 3 പേരുടെ റഷ്യൻ മുഖത്ത് വെടിയേറ്റു എന്നാണ് പ്രിൻസ് എന്ന് പറയുന്ന ആളുടെ കാര്യമായി നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അതോടൊപ്പം മൈൻ സ്ഫോടനത്തിൽ കാൽ തകർന്നവരുണ്ട്. ആ, എന്നാണ് കൃത്യമായി അവിടെ റഷ്യയിൽ എത്തിയത് ഡേവിഡ്? നവംബർ 1-ന്. 2023 നവംബർ 1-ന് അവിടെ റഷ്യയിലെത്തി. അതെ അതെ. റഷ്യയിൽ ഒരു മാസം. എത്തിയതിനു ശേഷം ആദ്യം ഈ സെക്യൂരിറ്റി ആയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നോ? അതെ അതെ. 10 ദിവസം ഇവിടെ മോസ്കോയിൽ ട്രെയിനിങ് ആയിരുന്നത്. 10 ദിവസം റോസ്റ്റോവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ട്രെയിനിങ് ഉണ്ടായിരുന്നു. എന്നിട്ട് 10 ദിവസം ലുഗാൻസ്കിലായിരുന്നു ട്രെയിനിങ്. ആ പരിശീലനത്തിന് ശേഷം പിന്നീട് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? നേരെ നേരെ യുദ്ധസ്ഥലത്ത് കൊണ്ടുപോയി. നേരെ ഡയറക്റ്റ് ആയിട്ട് യുദ്ധസ്ഥലത്ത് കൊണ്ടുപോയി. ഡിസംബർ 25-ാം തീയതി പരിക്ക് പറ്റി. എന്റെ കൂടെ ഉള്ള റഷ്യൻ സൈനികൻ ആ സ്ഫോടനം അതിലും മരിക്കുകയുണ്ടായിരുന്നു. എനിക്ക് ഷൂ ഇട്ടിരുന്നോണ്ട് എന്റെ കുറച്ച് ചതകൾ, അതായത് കാലിലുള്ള ചെതറിപ്പോയി. അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എങ്ങനെയുണ്ട് പരിക്കിപ്പോൾ എങ്ങനെയുണ്ട് ഡേവിഡ്? പരിക്ക് ഇപ്പം വേദന എടുക്കുന്നുണ്ട്. എന്നാലും ഞാൻ നടക്കാൻ ട്രൈ ചെയ്യുവാണ്. അതായത് ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നടക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ വീണ്ടും ഇത് കൂടി കൂടി വരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നടക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. വേദന എടുക്കും, പക്ഷെ നമുക്ക് സഹിച്ചല്ലേ പറ്റൂ. വേറെ ഒരു വഴിയില്ലല്ലോ. ഇപ്പോൾ നിലവിൽ എനിക്ക് എനിക്കൊരു നിലവിലുള്ള സ്ഥലം സുരക്ഷിതമല്ലേ ഡേവിഡ്? അതെനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും 2 മലയാളികൾ അവിടെ കുടുങ്ങി കിടക്കണത് അവരെങ്ങനെയെങ്കിലും ഒരു സേഫ്, അതായത് സുരക്ഷിതമായ സ്ഥലത്ത് ആദ്യം എത്തിക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന കാര്യം. അവരിപ്പോ യുദ്ധമുഖത്താണ്. എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അവരെ യുദ്ധമുഖത്തുനിന്ന് ഇവിടെ, അതായത് സുരക്ഷിതമായ സ്ഥലത്ത് മാറ്റിയിട്ട് ഒന്ന് കൊണ്ടുവരാനുള്ള വഴി നോക്കണം. ഇപ്പൊ ഞാൻ സേഫാണ്. എനിക്ക് പരിക്കേറ്റവരാണോ അവരെ അവർ ആ ഫോൺ 2 പേർ? നമ്പർ കേട്ടില്ല. ഞാൻ അതായത് വാർത്തയിൽ കണ്ടതാണ് 2 പേരും ഇപ്പൊ യുദ്ധമുഖത്തെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതായത് അവിടെ നിന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുവാണ്. അവിടെ എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം, ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ഡേവിഡ്, ഇപ്പോൾ രാത്രി ഉള്ളയിടത്ത് രാവിലെയും നമ്മൾ ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവിടെ സുരക്ഷിതമായി തന്നെ ഇരിക്കൂ. കാലിലെ പരിക്ക് ഭേദമാകട്ടെ. അതിനിടയിൽ ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിലേക്ക് റിപ്പോർട്ടർ എന്ന വാർത്താ ചാനൽ ഒരു സാമൂഹിക ഇടപെടൽ എന്ന രീതിയിൽ ഞങ്ങളും ഈ വിവരത്തിൽ ആസ്പദമാക്കിക്കൊണ്ട് കൂടുതൽ വിവരങ്ങൾ തേടാം. അതോടൊപ്പം തന്നെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരികയും ചെയ്യാം. ഡേവിഡ്, ഞങ്ങളൊപ്പമുണ്ട്. നന്ദി. പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിനൊപ്പം യുദ്ധം ചെയ്യുന്നതിനായി ചേർക്കുകയായിരുന്നു ഡേവിഡിനെ. സെക്യൂരിറ്റി പണിക്കാണ് റഷ്യയിലേക്ക് പോയത്. പക്ഷേ നടന്നത് മനുഷ്യക്കടത്തായിരുന്നു. 10 ദിവസത്തെ പരിശീലനത്തിന് ശേഷം സെക്യൂരിറ്റിക്ക് പകരം യുദ്ധമുഖത്തേക്ക് എത്തിപ്പെട്ട പലരിൽ ഒരാൾ അതാണ് ഡേവിഡ്. ഡേവിഡിന് നേരിട്ട അനുഭവങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. കാലിന് സാരമായി പരിക്കേറ്റു. ഇപ്പോൾ ആ പരിക്ക് ഭേദമായി നടക്കാനുള്ള ശ്രമത്തിലാണ് ഡേവിഡ്. തത്സമയ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. നമുക്ക് തുടരാം. ഗുഡ് ഈവനിംഗ് സുജയ പാർവതി.